എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പുതിയ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങളുടെ ഉത്തരം അറിയാമെന്ന് നോക്കിയിട്ട് സ്കോർ എത്ര ലഭിക്കുന്നുണ്ട് എന്ന് നോക്കണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക മന്ദിരത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരക മന്ദിരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ സ്മാരക മന്ദിരം, ഇങ്ങനൊരു സ്മാരക മന്ദിരം വരാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ മുൻപ് തന്നെ പഠിച്ചിട്ടുണ്ടാകും. മുൻ വർഷങ്ങളിലെ ബഷീർ ക്വിസിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കാരണം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആ സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് എന്നാണ്? 2026 ജനുവരി 24 ആ തീയതി കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അതിന്റെ പേരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മുൻപ് തന്നെ പരിചയമുണ്ടാകും. അപ്പൊ നമുക്ക് പ്രസ്താവനകൾ പരിശോധിക്കാം. 1. ബഷീർ സ്മാരക മന്ദിരം ആകാശമിട്ടായി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്മാരക മന്ദിരത്തിന്റെ പേര് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്? ആകാശമിട്ടായി. ശരിയാണോ? നിങ്ങൾ പഠിച്ചിരുന്നത് അത് തന്നെയാണോ? അതെ, ആകാശമിട്ടായി ആണ് ഈ സ്മാരക മന്ദിരത്തിന്റെ പേര്. ശരി ഉത്തരമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഈ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ബേപ്പൂരിലാണ് എന്നാണ്. അപ്പൊ ഈ സ്മാരക മന്ദിരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂർ. ബേപ്പൂർ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ബഷീർ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ടായിരുന്നു? ബേപ്പൂർ സുൽത്താൻ അല്ലേ? അപ്പൊ ബേപ്പൂരിന്റെ സുൽത്താൻ എന്ന് ബഷീർ അറിയപ്പെടുന്നുണ്ടായിരുന്നു. എവിടെ തന്നെയാണ് ഈ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂരിലാണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. 1, 2 എന്നിവ ശരിയാണ് എന്നുള്ള ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ബേപ്പൂരിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഷീറിന്റെ സ്മാരക മന്ദിരമായ ആകാശമിട്ടായി ഇനി മുതൽ സന്ദർശിക്കാൻ സാധിക്കും. അതിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത്. അതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. 2024 JC ഡാനിയൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? JC ഡാനിയൽ പുരസ്കാരം 2024 പുരസ്കാരമാണ്. അത് വിതരണം ചെയ്തത് 2025 ജനുവരി മാസത്തിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് പ്രശസ്ത നടി ശാരദയാണ്. അപ്പോൾ പ്രശസ്ത നടിയായ ശാരദയ്ക്കാണ് ഈ അവാർഡ് കിട്ടിയത് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ശരിയാണോ? 2024 JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശരിയായ പ്രസ്താവനയാണ് ഇവിടെ പറഞ്ഞത്. പ്രശസ്ത നടി ശാരദയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന, ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പൊ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം? ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് താഴെയുള്ളതിൽ ഏതാണ്? 1 മാത്രം ശരി, 2 മാത്രം ശരി, 1, 2 എന്നിവ രണ്ടും ശരിയാണ്. പ്രസ്താവനകൾ രണ്ടും തെറ്റാണ്. ഏതാണ്? രണ്ടും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് നിയമിതനായത് ജനുവരി മാസത്തിലാണ്. ഏറ്റവും പുതിയൊരു കാര്യമാണ്. അപ്പോൾ ആരാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്? ഓപ്ഷൻസ് നിങ്ങൾക്ക് പരിശോധിക്കാം. ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് S മണികുമാർ, ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് AJ ദേശായി. ഇതിൽ ശരി ഉത്തരം ഏതാണ്? പഠിച്ചവർ അല്ലെങ്കിൽ പത്രമൊക്കെ കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ. ഓക്കെ, നാലാമത്തെ ചോദ്യം നോക്കാം. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്.
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറി പദ്ധതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കാം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് VBG റാംജി എന്നായിരിക്കും. എന്താണ് ഈ VBG റാംജിയുടെ മുഴുവൻ നാമം എന്നറിയാമോ? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ. അതാണ് ഈ ഷോർട്ട് ഫോമിന്റെ പൂർണ്ണരൂപം, VBG റാംജി. അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ആ പൂർണ്ണരൂപവും വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പില് പദ്ധതിയിൽ 100 തൊഴിൽ ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് എത്രയായി ഉയർത്തിയിട്ടുണ്ട്? 125 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. മറ്റൊന്ന്, ഈ അപേക്ഷ നൽകിയിട്ട് തൊഴിൽ ലഭിക്കാൻ വൈകിയാൽ സർക്കാർ തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടതില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇത്തരത്തില് അപേക്ഷ നൽകിയിട്ട് ഒരാൾക്ക് തൊഴിൽ ലഭിക്കാൻ വൈകുകയാണെങ്കിൽ സർക്കാർ അവർക്ക് എന്ത് നൽകണം? തൊഴിലില്ലായ്മ വേതനം നൽകണം എന്നൊരു കാര്യം ഈ പദ്ധതിയിൽ ഉണ്ട്. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അത്തരത്തിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്. അത് നമ്മൾ തിരഞ്ഞെടുത്തു. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ സംബന്ധിച്ചാണ്. അപ്പൊ പുതിയൊരു വ്യക്തി ആ സ്ഥാനത്ത് നിയമിതനായിരിക്കുകയാണ്. ആരാണ്? PR രമേശ്. ശരിയായ പ്രസ്താവനയാണ്. പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് PR രമേശ് ആണ്. ഇനി അടുത്ത പ്രസ്താവന നമുക്ക് പരിശോധിക്കാം. ഈ പദവിയിലെത്തുന്ന 2ാമത്തെ മലയാളിയാണ് ഇദ്ദേഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിയാണോ? ശരിയല്ല. 2ാമത്തെ മലയാളി അല്ല, 1ാമത്തെ മലയാളിയാണ്. ആര്? PR രമേശ്. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന 1ാമത്തെ മലയാളിയാണ് PR രമേശ്. അപ്പൊ ഇവിടെ നമുക്ക് ശരിയായ പ്രസ്താവന ഏതാണ്? 1 മാത്രമാണ്. ഓക്കെ. അപ്പോൾ 5 ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.